ഒരു കാരണവുമില്ലാതെ വിവാഹമോചനം ആവശ്യപ്പെടുന്ന സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ ത്വലാഖല്ല, മറിച്ച് വിട്ടുവീഴ്ചയോടുകൂടി പരസ്പര ധാരണയോടുകൂടി വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനാണ് ഇസ്ലാം കൃത്യമായ പ്രോത്സാഹനം നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അധിക ത്വലാഖുകളും സംഭവിക്കുന്നത് ആ ത്വലാഖിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ്. അതിലുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് ത്വലാഖിനെ ഒരു പരിധി വരെ ഇല്ലാതെയാക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യക്തികൾ തമ്മിൽ, അഥവാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പരസ്പര തിരിച്ചറിവ്. ആരും പൂർണ്ണരല്ല എന്നുള്ള തിരിച്ചറിവാണത്. ന്യൂനതകളില്ലാത്തവരില്ല. എൻ്റെ ഭാര്യ മലക്കിനെ പോലെ ആവണമെന്ന് ഒരു ഭർത്താവും വിചാരിക്കരുത്. എൻ്റെ ഭർത്താവും ഒരു മലക്കായിരിക്കണമെന്ന് ഭാര്യയും വിചാരിക്കരുത്. മറിച്ച് മനുഷ്യരാണ്. അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അവർ വളർന്ന സാഹചര്യമനുസരിച്ച്, അവർ വന്ന വീടിൻ്റെ സ്വഭാവമനുസരിച്ച്, അവരുടെ നാടിൻ്റെ സ്വഭാവമനുസരിച്ച്, അവർക്ക് ലഭിച്ച അറിവിൻ്റെ ഒരു അളവനുസരിച്ചൊക്കെയുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ പരസ്പര ധാരണയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരോട് പറയുന്നത് സൂറത്തു നിസായിലെ 19-ാമത്തെ ആയത്തിൽ വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഇണകളോട്, ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് നിങ്ങൾ പെരുമാറുക. ഫഇൻ കരിഹ്തുമൂഹുന്ന, ഇനി നിങ്ങൾ അവരെ വെറുക്കുകയാണെങ്കിൽ, അവരുടെ ചില സ്വഭാവങ്ങൾ കാരണം, ഫഅസ അൻ തക്റഹു ഷൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ അള്ളാഹു ഒരു പക്ഷേ ധാരാളം ഖൈറുകൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് ഷർറായി തോന്നുന്ന ഒരു കാര്യത്തിൽ മറ്റ് നമ്മളറിയാത്ത വേറെ ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും. അത് ആ ഭാര്യയെ ത്വലാഖ് ചെയ്ത് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോഴായിരിക്കും ആ വ്യക്തിക്ക് മനസ്സിലാവുക തൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന നന്മകൾ എന്തായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ തിന്മയാണെന്ന് കരുതുന്ന ഒന്നിൽ ഒരുപക്ഷെ വേറെ ഒരുപാട് ഖൈറുകൾ ഉണ്ടാവാം. അതെല്ലാം അള്ളാഹുവാണ് അറിയുന്നവൻ. എന്ന് മാത്രമല്ല, അതിൽ മറ്റൊരു തഫ്സീർ കൂടിയുണ്ട്. പ്രയാസത്തോടു കൂടിയാണെങ്കിലും നിങ്ങൾ അവളെ, എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റുകളെക്കുറിച്ചല്ല പറയുന്നത്, മാനുഷികമായ അബദ്ധങ്ങൾ, തെറ്റുകൾ, അതല്ലാതെ മ്ലേച്ഛവൃത്തികളോ അങ്ങേയറ്റം മോശമായ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറ്റങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അത് അനുവദനീയവുമല്ല. അതല്ലാത്ത നിലക്കുള്ള കാര്യങ്ങളാണെങ്കിൽ ക്ഷമയോടുകൂടി ആ ഭാര്യയെ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ അള്ളാഹു ധാരാളം ഖൈറുകൾ ആ കുടുംബജീവിതത്തിൽ അള്ളാഹു വഴിയെ നൽകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു വിശ്വാസിയായ പുരുഷനും വിശ്വാസിനിയായ തൻ്റെ ഭാര്യയെ അകറ്റരുത്, അതേപോലെ തന്നെ അവളെ വെറുക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ, അവളിലെ ഒരു സ്വഭാവം നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സ്വഭാവം അവളിൽ ഉണ്ടാകും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റു സ്ത്രീകളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നന്മകളും തിന്മകളും ഉണ്ടാകാം. അതിൽ തിന്മകൾ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടും അത് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടും അതിന് അവരെ നമ്മൾ കൂടി സഹായിച്ചും അവരെ ആ ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം അവരുടെ നന്മകളെ പ്രോത്സാഹിപ്പിച്ചും അതിന് പ്രചോദനം നൽകിയും അതിനവരെ പുകഴ്ത്തിയും ആ നിലക്ക് അതിൽ വർധനവുണ്ടാക്കാനും ശ്രമിക്കുക. ആ നിലക്ക് മുന്നോട്ട് പോകണമെന്നാണ്, വിവാഹ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള അവഗണനയോ പ്രയാസങ്ങളോ നേരിട്ടാൽ ആ സ്ത്രീക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സൂറത്തു നിസായിലെ 128-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇൻ ഇംറഅത്തുൻ ഖാഫത് മിൻ ബഅലിഹാ നുശൂസൻ ഔ ഇഅറാദൻ ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹാ ബൈനഹുമാ സുൽഹാ, ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള അവഗണനയോ അതല്ലെങ്കിൽ പരുഷമായ പെരുമാറ്റമോ കാണുകയാണെങ്കിൽ അപ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ ഭർത്താവിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള അവഗണന കാണുന്നു, പ്രയാസങ്ങൾ കാണുന്നു, ഉടനെ തന്നെ ത്വലാഖ് ആവശ്യപ്പെടുകയാണോ വേണ്ടത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹാ ബൈനഹുമാ സുൽഹ, അവർ രണ്ടുപേരും പരസ്പരം അത് സുൽഹാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്.
അതിന് ഏറ്റവും അടുത്ത ആളുകളുമായി ബന്ധപ്പെടാം, ഏറ്റവും അടുത്ത കുടുംബക്കാരുമായോ മധ്യസ്ഥരുമായോ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെ അതിൽ ഉപയോഗപ്പെടുത്താം. എന്നാൽ ആദ്യം അവർ തമ്മിൽ തന്നെ ഒരു സുൽഹുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വസ്സുൽഹു ഖൈർ, സുൽഹാണ് ഖൈർ എന്ന് പറഞ്ഞാൽ ത്വലാഖിനേക്കാൾ ഖൈർ എന്താണ്? പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകലാണ്. വ ഉഹ്ളിറത്തിൽ അൻഫുസു ശുഹ, മാത്രമല്ല പലപ്പോഴും ഒരു സുൽഹിൻ്റെ സന്ദർഭത്തിൽ മനസ്സിൽ ഷുഹ് പിടികൂടിയേക്കാം. എന്ന് പറഞ്ഞാൽ ഈഗോ പിടികൂടുക, ഒരു തരം കടുത്ത പിശുക്ക്, ദുർവാശി, അത് പിടികൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെ നമ്മൾ അവഗണിക്കണം. എന്നിട്ട് വൈൻ തുഹ്സിനു വ തത്തഖു, നിങ്ങൾ നന്മ ചെയ്യുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയുമാണെങ്കിൽ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവനാകുന്നു. ഇവിടെ ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്ക് എത്രത്തോളം കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഭാര്യ ഭർത്താവിൽ നിന്ന് അവഗണന കാണുകയാണ്. അതും ഏത് സാഹചര്യത്തിൽ? പ്രത്യേകിച്ചും ഭാര്യ ഒന്നെങ്കിൽ അവൾക്ക് വയസ്സായി, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളുമൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ അവൾക്കുണ്ട്, ഭർത്താവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാൻ പറ്റുന്നില്ല. അത്തരം സാഹചര്യത്തിൽ ത്വലാഖ് ചെയ്യപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് സ്ത്രീകൾ തയ്യാറാവുകയും എന്നിട്ടൊരു ഭാര്യയായി തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി കഴിയുകയും ചെയ്യുക എന്നതാണ് കൂടുതൽ ഖൈർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഭർത്താവിന് അവഗണന തോന്നുന്നതെങ്കിൽ, മറ്റു ഭാര്യമാരിലേക്ക് അയാൾ ചായ്വ് കാണിക്കുന്നതെങ്കിൽ അവിടെ പൂർണ്ണമായ ത്വലാഖല്ല, മറിച്ച് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഭാര്യമാർ തയ്യാറാവുക. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്, മാ ഇദാ ഖാഫത്തിൽ മർഅതു മിൻ സൗജിഹാ അൻ യൻഫിറ അൻഹാ ഔ യുരിദ അൻഹാ ഫലഹാ അൻ തുസ്ഖിത ഹഖ്ഖഹാ ഔ ബഅദഹു മിൻ നഫഖത്തിൻ ഔ കിസ്വത്തിൻ ഔ മബീത്തിൻ ഔ ഗൈരി ദാലിക മിനൽ ഹുഖൂഖി അലൈഹി വലഹു അൻ യഖ്ബല ദാലിക മിൻഹാ ഫലാ ജുനാഹ അലൈഹാ ഫീ ബദ്ലിഹാ ദാലിക ലഹു. ഭാര്യ വിട്ടുവീഴ്ച കാണിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എനിക്ക് നേരത്തെ തന്നതുപോലെ ചെലവിന് പൂർണ്ണമായും തന്നിട്ടില്ലെങ്കിൽ, ഇനി അതല്ല എനിക്ക് താമസിക്കാനുള്ള വീട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പോയിക്കോളാം, അങ്ങനെയാണെങ്കിൽ ഇനി വസ്ത്രമോ അതേപോലെയുള്ള ചെലവുകളിലോ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ ഞാനത് വിട്ടുതരാം, എന്നാലും നിങ്ങൾ എന്നെ ഒഴിവാക്കരുത് എന്നുള്ള അർത്ഥത്തിൽ ഭാര്യ പറയുകയാണെങ്കിൽ അത് ഭർത്താവ് സ്വീകരിക്കുകയും അവളെ കൂടെ നിർത്തുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ സുൽഹാണ് ഖൈർ, പരസ്പരം ധാരണയിൽ സുൽഹാണ് ഖൈർ. അവൾക്ക് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ വൈൻ തുഹ്സിനു വ തത്തഖു, നിങ്ങൾ കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ, അവൾക്ക് നേരത്തെയുള്ള ചെലവുകളും കാര്യങ്ങളുമെല്ലാം നൽകിക്കൊണ്ട് തന്നെ അവളുടെ കൂടെ നിൽക്കുക. അതേ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റു വിവാഹം കഴിക്കുന്നതിൽ വിരോധമില്ല, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. എന്നാൽ ഒന്നാമത്തെ ഭാര്യയെ അതിൻ്റെ പേരിൽ ഒഴിവാക്കുക എന്നുള്ളത് ശരിയല്ല. ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖശിയത് സൗദത്തു അൻ യുതല്ലിഖഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് ലാ തുതല്ലിഖ്നി വഅംസിക്നി വജ്അൽ യൗമി ലി ആയിഷ. സൗദ റളിയല്ലാഹു തആല അൻഹ നബിയുടെ ഭാര്യമാരിൽ വളരെയധികം പ്രായമുള്ള ഭാര്യയാണ് സൗദ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ശക്തനാണ്, യുവാവാണ്. പ്രവാചകൻ്റെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിയാത്ത വിധം അവർക്ക് വാർദ്ധക്യം വന്നപ്പോൾ അവർക്ക് ഭയം തോന്നി, അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ത്വലാഖ് ചൊല്ലുമോ എന്ന പേടി അവർക്കുണ്ടായി. അപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർ പറഞ്ഞു, ലാ തുതല്ലിഖ്നി, നിങ്ങളെന്നെ വിവാഹമോചനം ചെയ്യരുത്, നിങ്ങളെന്നെ വഅംസിക്നി, നിങ്ങളുടെ കൂടെ ഭാര്യയായി തന്നെ നിർത്തണം. പക്ഷേ എൻ്റെ ദിവസം ഞാനിതാ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരെന്താണ്, അവരുടെ ഒരു ഹക്കാണ്, ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവ് കൂടെ നിൽക്കണമെന്നുള്ളതൊരു ഹക്കാണ്. പക്ഷേ അവരതിൽ വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറാവുകയാണ്. എൻ്റെ അടുക്കൽ നിങ്ങൾ വരണമെന്നില്ല, ആ ദിവസം നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് തന്നെ പോയിക്കോളൂ, പക്ഷേ നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്, ത്വലാഖ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വിട്ടുവീഴ്ച, ആ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ഇതെപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? ഭർത്താവ് എല്ലാ പീഡനങ്ങളും ചെയ്താലും അതൊക്കെ സഹിച്ചുകൊണ്ട് ഭാര്യ നിൽക്കുക എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ഈ ഒരു പശ്ചാത്തലം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഭർത്താവിൻ്റെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഭാര്യയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഈ ആയത്ത് അവതരിക്കാനുള്ള മറ്റൊരു പശ്ചാത്തലം എന്നത് അർറജുലു തകൂനു ഇൻദഹുൽ മർഅ,
ഒരാൾക്കൊരു ഭാര്യയുണ്ട്, ലൈസ ബി മുസ്തക്സിനും മിൻഹ, അവൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നില്ല, അവളിലൂടെ ഈ വ്യക്തിക്ക് മക്കളുണ്ടാവാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ആ വ്യക്തി വിചാരിക്കണമെന്ത്, ഇവളെ ഒഴിവാക്കി മക്കളുണ്ടാവുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാം. യുരീദു അൻ യുഫാരിഖഹ. അപ്പോഴാണ് ആ പെണ്ണിന് അനുവാദമുണ്ട്. എന്താണ് അവൾ പറയട്ടെ, അജ്അലുക മിൻ ശഅനി ഫി ഹില്ലിൻ ഫനസലത് ഹാദിഹിൽ ആയതു ഫി ദാലിക്. എൻ്റെ ചെലവിലും എൻ്റെ കാര്യത്തിലുമൊക്കെ നിങ്ങൾ നേരത്തെ ഉള്ളതുപോലെ നൽകേണ്ടതില്ല, എന്നാലും എന്നെ ഒഴിവാക്കരുത്, നിങ്ങളുടെ ഇണയായി എന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു സുലഹിലേക്ക് എത്താമെന്നാണ്. അപ്പോൾ ഏത് നിലക്കാകട്ടെ ഭർത്താവിൽ നിന്നും ഒരു അവഗണന സ്ത്രീക്കുണ്ടാവുമ്പോൾ അതിലൊരു സുൽഹാണ് ഫിറാഖിനേക്കാൾ, വിവാഹമോചനം ചെയ്യപ്പെടുന്നതിനേക്കാൾ പരസ്പര ധാരണയിൽ മുന്നോട്ട് പോവലാണ് ഖൈർ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ ഒരു നിലക്കും മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങളോ പീഡനങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ വിവാഹമോചനം, ഭർത്താവിന് അങ്ങോട്ട് വിവാഹമോചനം ചെയ്യാനുള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യമാണ്, അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാം. പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. 4 ഘട്ടങ്ങൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. എപ്പോൾ ഭാര്യമാരെക്കുറിച്ച് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഭാര്യമാരിൽ നിന്ന് അനുസരണക്കേടുണ്ടാവുക, മറ്റു പ്രശ്നങ്ങളുണ്ടാവുക, അങ്ങനെ അവർ അകന്നു പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ പുരുഷന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് സൂറത്തു നിസായിലെ 34-ാമത്തെ ആയത്തിലുണ്ട്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ വദ്രിബൂഹുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ ഭാര്യയിൽ നിന്ന് അനുസരണക്കേടോ അതേപോലെയുള്ള പരുക്കൻ സ്വഭാവമോ കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉടനെ തന്നെ തൊലാക്ക് ചെല്ലലല്ല, ഉടനെ തന്നെ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കലല്ല, അതേപോലെയുള്ള നടപടികളിലേക്ക് പോവുകയല്ല. മറിച്ചു ഫഇളൂഹുന്ന, ഭർത്താവ് നല്ല നിലക്ക് അവൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം. അവൾക്ക് പറഞ്ഞു കൊടുക്കുക ജീവിതത്തെക്കുറിച്ച്, ദുനിയാവിനെക്കുറിച്ച്, ആഖിറത്തിനെക്കുറിച്ച്, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവളുടെ മനസ്സിൽ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുത്ത് മാറ്റമുണ്ടാക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവൾ മാറുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, വിരിപ്പിൽ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവളെ അവഗണിക്കുക. എന്ന് പറഞ്ഞാൽ വേറെ റൂമിൽ പോയി കിടക്കുക എന്ന അർത്ഥത്തിലല്ല, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരേ റൂമിൽ തന്നെ പക്ഷേ അവളിൽ നിന്ന് തിരിഞ്ഞു കിടക്കുക, അവളെ സ്പർശിക്കാതിരിക്കുക, അവളോട് മിണ്ടാതിരിക്കുക, അങ്ങനെ ഒരു പിണക്കം റൂമിൽ തന്നെ കാണിക്കുക, അതാണ് ഉദ്ദേശം. എന്നിട്ടും അവൾ മാറുന്നില്ലെങ്കിൽ വദ്രിബൂഹുന്ന, അവളെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ അവളെ നിങ്ങൾക്ക് തല്ലാവുന്നതാണ്, അവളെ അടിക്കാവുന്നതാണ്. പക്ഷെ അതെങ്ങനെ? നമ്മൾ പല്ല് തേക്കുന്ന അറാക്കിൻ്റെ കൊള്ളി പോലെയുള്ള ചെറിയ എന്തെങ്കിലും, അല്ലെങ്കിൽ കൈകൾ കൊണ്ട് മുഖത്തടിക്കാൻ പാടില്ല. ഞാൻ നിന്നെ ശിക്ഷിക്കുന്നു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനം മാത്രമാണ്, അല്ലാതെ വേദനിപ്പിക്കരുത് എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, പണ്ഡിതന്മാരുടെ കൗലുകളിലും കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അനുസരിച്ചാൽ പിന്നെ മറ്റു നടപടികൾ പാടില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർ ഒരുമിച്ച് പോവുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ വ ഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമ, അങ്ങനെ ഒരുമിച്ച് പോവില്ല എന്ന് തോന്നുന്ന ഈ ഘട്ടം വന്നാൽ പോലും വീണ്ടും ചെയ്യേണ്ടത് എന്താണ്? ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽപ്പെട്ട ഹക്കമ് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കൊരു തീരുമാനമൊക്കെ എടുത്ത് ഒരു ഓർഡർ ചെയ്യാൻ കഴിവുള്ള ആൾ എന്നാണ്. ആ പര്യാപ്തതയിലുള്ള ആളുകളായിരിക്കണം, അല്ലാതെ യാതൊരു വിവരവുമില്ലാത്ത എല്ലാവരെയും നമ്മളിതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല മധ്യസ്ഥത്തിന്. അതേപോലെ തന്നെ ഹക്കമൻ മിൻ അഹ്ലിഹി, ഭർത്താവിൻ്റെ കുടുംബക്കാരിൽപ്പെട്ട ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള ഒരു തീരുമാനമെടുക്കാനും ഉചിതമായ കാര്യങ്ങൾ പറയാനും അത് നടപ്പിൽ വരുത്താനുമൊക്കെ പവറുള്ള ഭാര്യ കുടുംബത്തിലെയും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും ഓരോ ആളുകൾ വരിക. എന്നിട്ട് അവർ ഈ വിഷയം പഠിക്കുക, പരസ്പരം ചർച്ച ചെയ്ത് വിഷയം മനസ്സിലാക്കുക. ഇൻ യുരീദ യുസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ, ഈ 2 കൂട്ടരും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോവാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ തൗഫീഖ് നൽകും. ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും ഖബീറുമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സിഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ ഹക്കം എന്ന് പറഞ്ഞാൽ അത് മുക്കല്ലഫുകളിൽപ്പെട്ട മുസ്ലിമായ അതിലുള്ള നീതിമാനായ ആഖിൽ ബുദ്ധിയുള്ള
അതേപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് അറിവുള്ള ഖിബ്റത്തുള്ള പരിജ്ഞാനമുള്ള മധ്യസ്ഥന്മാരായിരിക്കണം. ഒരറിവുമില്ലാത്തവരാകരുത്, നീതിമാന്മാരായിരിക്കണം, വിഷയം പഠിച്ചവരായിരിക്കണം. ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിചയജ്ഞാനമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു ഓർഡർ കൊടുത്താൽ അത് മറ്റുള്ളവർ അനുസരിക്കുന്ന രൂപത്തിലുള്ള ഒരു പവറുള്ള ആളുകളെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ. അങ്ങനെ കുടുംബത്തിൽ നടക്കുന്നില്ലെങ്കിലാണ് പിന്നെ അത് കോടതിയിലേക്കും മറ്റുമൊക്കെ പോവേണ്ടത്. എങ്ങനെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുൽഹിന് തന്നെയാണ് മുൻഗണന. അങ്ങേയറ്റം പരിശ്രമിക്കണം. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ത്വലാഖ്. എന്നാൽ പല ഭാര്യമാരും അത് ശ്രദ്ധിക്കുന്നില്ല, അതേപോലെ തന്നെ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കുന്നില്ല. ഉപദേശിക്കാനോ പിണക്കം കാണിക്കാനോ അതേപോലെ ഇസ്ലാം പറഞ്ഞ നടപടികൾ സ്വീകരിക്കുന്നില്ല. കുടുംബത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയാക്കുന്നില്ല. എല്ലാവരും ഒരു തരം അശ്രദ്ധയാണിതിൽ കാണിക്കുന്നത്. അഹ്കാമുകളൊന്നും പാലിക്കാത്തത് കൊണ്ട് തന്നെ ത്വലാഖുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം മതപരമായ ബോധമില്ലാത്തതാണ് എന്നതും പ്രധാനമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ ബോധമുള്ളവരിൽ നിന്നും ദീനീ ബോധമുള്ള കുടുംബങ്ങളിൽ നിന്നുമൊക്കെ കല്യാണം കഴിക്കണമെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം അതൊക്കെ ശ്രദ്ധിക്കുന്നത് അവരാണ്, അല്ലാത്തവരിതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ത്വലാഖുകൾ വർദ്ധിക്കും. ഏതായിരുന്നാലും ശരി, ഈ വിഷയത്തിലൊക്കെ മതപരമായ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമാണ്. അതൊക്കെ പാലിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. അതല്ലാതെ ഭാര്യ അവൾക്ക് തോന്നുന്നത് പോലെ ഭർത്താവിനെ അവളുടേതായ വികാരങ്ങൾ പ്രകടിപ്പിക്കുക, ഭർത്താവ് അവളുടേതായ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. അതേപോലെ തന്നെ ഭാര്യ വീട്ടുകാർ അവർ ദേഷ്യമുള്ളവരായിരിക്കും. അവരുടെ ആ രോഷവും ദേഷ്യവുമൊക്കെയാണ് പലപ്പോഴും നിയമങ്ങളായി വരുന്നത്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ, അല്ലെങ്കിൽ ഭാര്യയുടെ കൂട്ടുകാരികൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂട്ടുകാരികൾ. ഇങ്ങനെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും അവരുടെ വികാരങ്ങളും ദേഷ്യങ്ങളും ഒക്കെയാണ് പലപ്പോഴും മുൻഗണന നൽകപ്പെടുന്നത്. അഹ്കാമുകൾക്ക് മുൻഗണന നൽകാത്തൊരവസ്ഥ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ത്വലാഖുകൾ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. നമുക്കറിയില്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി വിട്ടുവീഴ്ചയും ക്ഷമയും വിശാലതയും ആ ഒരു നിലക്ക് നമ്മൾ കാര്യങ്ങളെ കാണുകയാണെങ്കിൽ നമുക്ക് ധാരാളം ത്വലാഖുകളെ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ത്വലാഖ് ചെല്ലാൻ വേണ്ടി എടുത്തു ചാടുന്നതിന് മുമ്പ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.